ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾ ഇവിടെ കാണുന്ന പോലെ നമ്മൾ ഈസി ആയിട്ട് ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റിയ ഒരു ഫ്ലവർ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. ഇപ്പോൾ കേക്കിൻ്റെ മേലെയൊക്കെ വെക്കാൻ വേണ്ടി നല്ലൊരു ഫ്ലവറാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഈ ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ വിൽട്ടൻ്റെ 104 നോസിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു റോസിൻ്റെ പെറ്റലൊക്കെ ഉണ്ടാക്കുന്ന ഒരു നോസിൽ എടുത്താൽ മതി. അപ്പോൾ ഞാനിതിൽ ഓറഞ്ച് കളറും ക്രീം എടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം ഫ്ലവർ നെയിലിൻ്റെ മേലെ ഒരു ചെറിയ പീസ് ബട്ടർ പേപ്പർ വെക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലെ നമുക്ക് ഈ നോസിൽ വെച്ച് ഒരു 2-3 ലെയറായിട്ട് റൗണ്ട് ഉണ്ടാക്കി കൊടുക്കുക. ഇതുപോലെ ജസ്റ്റ് ക്രീം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കുറച്ച് തടിയാകാൻ വേണ്ടി ഒരു 3 പ്രാവശ്യം ഞാൻ ഇതുപോലെ അതിൻ്റെ മേലെ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ സാധാരണ റോസൊക്കെ ഉണ്ടാക്കുന്ന പോലെ നോസിൽ പിടിക്കുക. അതായത് അതിൻ്റെ ആ നേരിയ ഭാഗം വരുന്നത് മേലോട്ട് വരുന്ന വിധത്തിൽ നോസിൽ വെക്കുക. എന്നിട്ട് ക്രീം ഒന്ന് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. മേലോട്ടേക്കൊന്ന് ആക്കുക, അതുപോലെ താഴോട്ടേക്കൊന്ന് വലിക്കുക. അത്രയേ ഉള്ളൂ. ഈസിയാണ്, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഫ്ലവറാണ്. അതുപോലെ നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറും കൂടിയാണ്. അപ്പം ഫസ്റ്റ് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒരു പ്രാവശ്യം കൂടി അതിൻ്റെ മേലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. അത് കുറച്ചും കൂടി ചെറിയ ഇതളായിരിക്കണം. അതായത് നമ്മുടെ അടിയിലത്തെ ആ ഒരു ഇതൾ കാണുന്ന വിധത്തിൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും 2 ലെയർ ഉണ്ടെന്ന്. അപ്പോൾ ഇവിടെ ആ 2 ലെയറും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ സെൻറ്ററിലെ ആ ഹോളൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ക്രീം കുറച്ച് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഞാനിവിടെ പച്ച ക്രീം അതിൻ്റെ മേലെ ജസ്റ്റ് ഇതുപോലെ പൈപ്പിംഗ് ബാഗിൻ്റെ അറ്റത്ത് ചെറിയൊരു കട്ടിങ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. നല്ല നേരിയതായിട്ട് ചെയ്യണം ഇത്. ഇനി അതിൻ്റെ മേലെ ഞാൻ സെയിം അറ്റത്ത് ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്. മഞ്ഞ കളർ ക്രീമാണ്. അതും ഇതിൻ്റെ അവിടെ ആയിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കരുത്, ആ പച്ച കളറൊന്ന് കാണുന്ന വിധത്തിലൊന്ന് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ഭംഗിയുള്ളതാണെന്ന്. അപ്പോൾ ഞാൻ വേറൊരു കളറും കൂടി ചെയ്യുന്നുണ്ട്. ഈ ഒരു കളറ് ബർഗുണ്ടി കളറാണ്. അതും സെയിം നോസിൽ തന്നെ ആദ്യം ഇതുപോലെ തന്നെ 3 പ്രാവശ്യം റൗണ്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ നേരത്തെ പോലെ തന്നെ ചെയ്ത് കൊടുക്കുക. ഇത് പ്രാക്ടീസിൻ്റെ ആവശ്യം പോലും ഇല്ല, പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെങ്ങനെയാണ് കേക്കിൻ്റെ മേലേന് വെക്കാമെന്ന്. അപ്പോൾ ഇത് നന്നായിട്ട് ഫ്രീസ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ആ ബട്ടർ പേപ്പറിൽ നിന്ന് അത് പറിച്ചെടുക്കാൻ പറ്റും. ബട്ടർ ക്രീം ആണെങ്കിൽ അടിപൊളിയായിരിക്കും, പെട്ടെന്ന് നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. ഒരുപാട് സമയം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ വിപ്പിംഗ് ക്രീം ആണെങ്കിൽ കുറേ സമയം വെക്കണം. നല്ല സെറ്റായി കഴിഞ്ഞാൽ അത് അതിൻ്റെ അകത്തുനിന്ന് പറിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നേരത്തെ പോലെ തന്നെ പച്ചക്രീമും അതുപോലെ തന്നെ മഞ്ഞയും വെച്ച് ഞാൻ ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫ്ലവർ ആയിക്കഴിഞ്ഞപ്പം നേരത്തെ ഓറഞ്ചിനാങ്കാട്ടിയും നല്ല ഭംഗി ഈ ഒരു കളറാണ്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇത് ഞാൻ ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്തതാണ്. പെട്ടെന്ന് നമുക്ക് ഇതുപോലെ എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്താൽ മതി. കാരണം ഇത് പെട്ടെന്ന് മെൽട്ടായി പിന്നെ അതിൻ്റെ അകത്തുനിന്ന് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ആവശ്യത്തിനുള്ളത് മാത്രം എടുത്ത് അപ്പം സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഫ്ലവറൊക്കെ നല്ല സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നമുക്ക് കേക്കിൻ്റെ മേലെ വെച്ച് കൊടുക്കണം. ഇവിടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ, കേക്ക് ഉണ്ടാക്കിയിട്ടില്ല. കേക്ക് ബോർഡിൻ്റെ മേലെ ഞാൻ ജസ്റ്റ് ഒന്ന് വെക്കുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ല റെസിപ്പികളും അതുപോലെ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ആയിട്ട് കാണാം. താങ്ക് യു.